വ്യത്യസ്തമായ അരൂപികൾ, തിന്മയുടെ അരൂപികളുണ്ട്. ഇത് ആരൊക്കെ എതിർത്താലും നിഷേധിച്ചാലും വിശുദ്ധ വചനമനുസരിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതനുസരിച്ച് സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്ന് നമ്മൾ കാണുകയാണ്, അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. അതിനുമുമ്പ് വായിക്കുന്നു, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യേശുവിനെ കണ്ട് ഓടി വന്ന് യേശുവിന് മുമ്പിൽ അവൻ വീഴുകയാണ്. അവൾ സ്വയം മുറിപ്പെടുത്തുക, സ്വയം പീഡിപ്പിക്കുക, സ്വന്തം ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി, കല്ലുകൊണ്ട് ശരീരത്തെ മുറിപ്പെടുത്തുക. ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. സ്വയം ശരീരത്തെ മുറിക്കുന്ന, ശരീരത്തെ പീഡിപ്പിക്കുക. ഇതൊക്കെ ശരിക്കും പൈശാചിക ബന്ധനമുള്ള വ്യക്തിയുടെ ചില അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ പിശാചിനെതിരെയുള്ള യുദ്ധത്തിലാണ്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പിശാചിനോട് എതിർത്തു നിൽക്കുക, അവൻ നിങ്ങളെ വിട്ടുപോയിക്കൊള്ളും. അപ്പോൾ നമ്മൾ എതിർത്തു നിൽക്കണം, പ്രാർത്ഥിക്കണം. പൈശാചിക അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കണം. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കണം നീ. അങ്ങനെയെങ്കിൽ ഒരു തിന്മയുടെ അരൂപിയും നിന്നിൽ ആവസിക്കത്തില്ല, നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. അശുദ്ധിയിലും ആസക്തിയിലും പാപത്തിൻ്റെ വഴിയിലൊക്കെ ജീവിച്ചാൽ ഉറപ്പാണ് തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് നിങ്ങളിൽ സ്വാധീനം ചെലുത്തും, നിങ്ങളെ കീഴ്പ്പെടുത്തും. അവൻ സ്വന്തം ശരീരത്തെ കല്ലുകൾ കൊണ്ട് മുറിപ്പെടുത്തി, തന്നെ മുറിപ്പെടുത്തി. യേശുവിനെ കണ്ടപ്പോൾ അവന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പ്രണമിച്ചു, യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് ആ പിശാചു ബാധിതൻ വിളിച്ചു പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പറയുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മഹോന്നതനായ, ഉന്നതനായ, സർവശക്തനായ, ആദിയും അന്ത്യവുമായ, ആൽഫായും ഒമേഗായുമായ, എല്ലാറ്റിൻ്റെയും ഉടയവനായ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ, അങ്ങനെ പീഡിപ്പിക്കരുതേ. 1 സാമുവേൽ 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനവും 23-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സാവൂളിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചിരുന്നു. സാവൂളിനെ ഒരു ദുരാത്മാവ് നിരന്തരമായിട്ട് പീഡിപ്പിച്ചിരുന്നു. ആ സമയത്ത് ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ചു പാടി. ആ ദുരാത്മാവ് അപ്പോൾ സാവൂളിനെ വിട്ടുമാറി, സാവൂളിന് ആശ്വാസം ലഭിച്ചിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ സാവൂളിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ചിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും പൈശാചിക ദുരാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന അനേക വ്യക്തികളുണ്ട്. മാനസിക പീഡകൾ, ശാരീരിക പീഡകൾ, സാമ്പത്തിക മേഖല തകർച്ചകൾ, രോഗങ്ങൾ, പലവിധത്തിലെ പീഡകൾ, തിന്മയുടെ ശക്തികൾ ദൈവമക്കൾക്കെതിരെ തുറന്നു വിടുന്നുണ്ട്, അഴിച്ചു വിടുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. യുദ്ധത്തിലായിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ആയുധങ്ങൾ വേണം. യുദ്ധത്തിൽ ആയിരിക്കുന്ന വ്യക്തി പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയെയും തിന്മയുടെ ശക്തിക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അവൾ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആത്മീയ മേഖലയിലോ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടാനായിട്ട് ഡെലിവറൻസിന് വേണ്ടി സ്വയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോകും.
ഹല്ലേലൂയ. യേശുനാമത്തിനു മുമ്പിൽ സകല അശുദ്ധാത്മാക്കളും മുട്ടുമടക്കും, കീഴടങ്ങും, വിട്ടുപോകും. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയുടെ അപേക്ഷിക്കുന്നു, അങ്ങനെ പിടിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യൻ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. പറയാണ്, ഞങ്ങൾ വലിയ ഒരു കൂട്ടം അശുദ്ധാത്മാക്കളുണ്ട്, ലെഗിയോൻ, വലിയ ഒരു കൂട്ടം പിശാചുക്കളുണ്ട്. ഞങ്ങളെ പുറത്താക്കരുതേ ഈ നാട്ടിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കരുതേ. ആ പിശാച് ബാധിതൻ പറയുക, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കരുത്. അല്ല, പൈശാചിക അരൂപിയുടെ സാന്നിധ്യം ആ നാട്ടിലുണ്ടായിരുന്നു. ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പൈശാചിക അരൂപികളുടെ ശക്തമായ തേരോട്ടമുണ്ട്, സാന്നിധ്യമുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, സത്യങ്ങളാണിതൊക്കെ. ഇവിടെ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, യേശുവിനെ മുറുകെ പിടിക്കുക. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ തിന്മയുടെ അരൂപികളും മുട്ടുമടക്കും. കാൽവരി കുരിശിൽ സാത്താന്റെ മേൽ യേശു വിജയം എന്നേക്കുമായിട്ട് നേടിക്കഴിഞ്ഞു. 1 യോഹന്നാൻ 3:8 വായിക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പിശാചിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവൻ്റെ ശക്തിയെ തകർക്കുക. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് മറിയത്തിൽ നിന്ന് ജനിച്ചത്. മറിയത്തിൻ്റെ പുത്രനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന യേശു പിശാചിനെ കാൽവരി കുരിശിൽ പൂർണ്ണമായിട്ട് തകർത്തു കളഞ്ഞു, അവനെ പരാജയപ്പെടുത്തി കളഞ്ഞു. തോറ്റവനാണ് പിശാച്, പരാജയപ്പെട്ടവനാണ് പിശാച്. നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഒരു തിന്മയുടെ ശക്തിക്കും സാധ്യമല്ല. നമ്മൾ വിശുദ്ധിയിലായിരിക്കണം, വചനത്തിലായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും നമ്മളെ തകർക്കാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പിശാചിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പല വ്യക്തികളും, നമുക്കറിയാം, ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടിയ വ്യക്തികൾ പറയുന്നു ഇതിനകത്തൊന്നും ഒരർത്ഥമില്ല, ഇതൊക്കെ മനുഷ്യൻ്റെ വെറും തോന്നലാണ്. തിന്മ എന്ന് പറയുന്നൊരു സങ്കല്പമാണ്, പിശാച് എന്ന് പറയുന്നൊരു കഥയാണ്. ഉന്നതമായ വിദ്യാഭ്യാസവും അറിവും ഉള്ളവർ പറയുന്നത്, വിശ്വാസികളെ നിങ്ങളിത് അങ്ങോട്ട് വിഴുങ്ങരുത്. പിശാച് അവൻ മറഞ്ഞിരിക്കുന്ന ശത്രുവാണ്, അവൻ ബുദ്ധിയെ അന്ധമാക്കുന്ന ശത്രുവാണ്, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തകർക്കുന്ന ശത്രുവാണ്. കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനാണ് വരുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർച്ചകൾ വിതയ്ക്കുവാൻ, അസ്വസ്ഥത ഉണ്ടാക്കുവാൻ, ഞെരുക്കമുണ്ടാക്കുവാൻ, പീഡിപ്പിക്കുവാനാണ് തിന്മയുടെ അരൂപികൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിജീവിക്കണം. അതിന് ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ഓരോ വിശ്വാസിക്കും ആവശ്യമുണ്ട്. നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 107:14 ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു, തകർത്തു കളഞ്ഞു. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, മരണത്തിൻ്റെ നിഴലിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു. അന്ധകാരം അത് പിശാചിൻ്റെ ആധിപത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ധകാരത്തിൻ്റെ അടിമത്തം, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു. ബന്ധനങ്ങളെ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു, ബന്ധനങ്ങളെ അവിടുന്ന് തകർത്തു കളഞ്ഞു.
അവൾ യേശുവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങൾ തകർക്കുവാൻ നമുക്ക് കർത്താവ് അധികാരവും അവകാശവും തന്നിരിക്കുക. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടവരാണ്. ഹല്ലേലൂയ. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയെ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തെ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാൻ ദുഃഖായ തീരത്തിലൂടെ പാഞ്ഞു നിന്ന് കടലിൽ മുങ്ങിച്ചെന്നു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്ന് കാണാൻ ജനം ഒന്നിച്ചുകൂടി. ഇതാ ലെഗിയോൻ ബാധിച്ചിരുന്ന ആ പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ശാന്തനായി യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നത് അവർ കാണുന്നത്. ആ മനുഷ്യനിലുണ്ടായിരുന്ന പൈശാചിക അരൂപികൾ അശുദ്ധാത്മാക്കളെ യേശു പുറത്താക്കി. അവ 2000-ഓളം പന്നികളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ കടലിലേക്ക് പോയി ചാടി ചത്തു എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. പിശാചിന് ഇരിക്കുവാനായിട്ട് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു വേണം. അത് ജീവനുള്ളതാകാം, ജീവനല്ലാത്തതാകാം. നമ്മൾ കേട്ടിട്ടുണ്ട് മന്ത്രവാദം, കൂടോത്തല ആഭിചാരം, തകിടുകൾ, ചരടുകൾ, മറ്റു ക്ഷുദ്രവസ്തുക്കൾ, ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുള്ള പൈശാചിക അരൂപികളെ ഇതിലേക്ക് ആവസിച്ച് വെക്കുവാനായിട്ട് തിന്മയുടെ ശക്തികൾക്ക് പറ്റും. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ ഇവയെ എനിക്കും നിങ്ങൾക്കും ദൈവമക്കൾക്കും തകർക്കാനായിട്ട് സാധിക്കും. ഈ വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. തിരിച്ചറിയുക, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. വിശ്വാസികളെ, വലിയ ജാഗ്രത നമ്മൾക്കുണ്ടാവണം. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ അവനെ തകർക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ കരുത്തുള്ളവരായിട്ട് മാറുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ സഭയോട് ചേർന്ന് വിശുദ്ധരായ വൈദികരോട് ചേർന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന, കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ദുരാത്മാക്കളെ, ദുഷ്ടാരൂപികളെ കാൽവരി കുരിശിനോട്ടിൽ ബന്ധിക്കുന്നു. നിർവീര്യമാവട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും വീഴട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.